രക്ഷകൻ്റെ വരവിനായിട്ട് നാം എല്ലാവരും ഒരുങ്ങുന്ന ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മെ തന്നെ നാം എല്ലാവരും ഒരുക്കുകയാണ്, തയ്യാറാക്കുകയാണ്. വളരെ പ്രസിദ്ധനായ സിനിമാ സംവിധായകനാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഷോർട്ട് ഫിലിമാണ് ലാസ്റ്റ് എസ്കേപ്പ്. അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്, ലെന ട്രെൻറ്റ്. തൻ്റെ ഭർത്താവിനെ കൊന്നതിന് ശേഷം പിടിക്കപ്പെടുന്ന ലെന കോടതിയിൽ ജയിലിലേക്ക് പോകാനായിട്ട് വിധിക്കപ്പെടുകയാണ്. കുറ്റവാളിയാണ്, ജയിലിലേക്ക് പോകാനായിട്ട് വിധിക്കപ്പെടുകയാണ്. ജയിലിലേക്ക് വളരെ ഹൈലി സെക്യൂർഡായ ഒരു ജയിലിലേക്കാണ് അവളെ അയക്കുക. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ അവൾ അവിടെ പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. പല വ്യക്തികളെയും സ്വാധീനിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, വാർഡനെയും മറ്റു പല ഓഫീസേഴ്സിനെയും. പക്ഷേ അവളുടെ പരിശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ്. അവസാനം അവൾ അവിടെ വെച്ച് ഒരു ഡോക്ക് എന്ന വ്യക്തിയെ പരിചയപ്പെടുകയാണ്. വളരെ വൃദ്ധനാണ് അയാൾ അവിടെ ചെയ്യുക ആ പ്രിസണിൽ മരിക്കുന്ന വ്യക്തികളെ അടക്കം ചെയ്യാനായിട്ട് തയ്യാറാക്കുക എന്നുള്ള ഒരു ജോലിയാണ്. അങ്ങനെ അയാളുമായിട്ട് അവൾ പരിചയപ്പെടുന്നു. അയാളാണെങ്കിൽ അന്ധനാണ്, അധികം കാഴ്ചയില്ല, പകുതി കാഴ്ചയേ ഉള്ളൂ ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ, ഈ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാൻ റെഡിയാണെന്ന്. അതിൽ വിശ്വസിക്കുന്ന ആ ഡോക്കും അവളും കൂടിയിട്ട് ഒരു പ്ലാൻ ഒരുക്കുകയാണ്. ആ ജയിലിൽ അടുത്ത ഒരു വ്യക്തി മരിക്കുമ്പോൾ അവിടെ മണികൾ മുഴങ്ങും. ആ മണികൾ മുഴങ്ങുന്ന സമയത്ത് ഡോക്കിൻ്റെ മുറിയിലേക്ക് വരുവാനും ആ മുറിയിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ശവപ്പെട്ടിയിൽ ശവത്തിനോടൊപ്പം കയറിക്കെടുക്കുവാനും അതിനോടൊപ്പം കിടന്നുകൊണ്ട് ആ ശരീരത്തോടൊപ്പം ആ അവളെയും എടുത്ത് കബറിടത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് കുഴിച്ചുമുടുകയും അവിടെ നിന്ന് ഡോക്ക് അവളെ രക്ഷിക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവരവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ മണികളുടെ ശബ്ദം കേൾക്കുകയാണ്. മണികളുടെ ശബ്ദം കേൾക്കുന്ന അവൾക്ക് വളരെ സന്തോഷമായി. എങ്കിൽ മറ്റു പലരും ആ ജയിലിൽ അവളോടൊപ്പമുള്ളവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഇവളെ സംബന്ധിച്ച് അവളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു മണിനാദമായിട്ടാണ് അവൾ കേൾക്കുന്നത്. അവൾ എത്രയും പെട്ടെന്ന് ഡോക്കിൻ്റെ മുറിയിലേക്ക് ഓടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ക് അവിടെ ഇല്ല. അവൾ ഡോക്കിൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശവപ്പെട്ടി അവൾ കാണുന്നു. പകുതി മങ്ങലായിരുന്നു. അവൾ ഒന്നും ശ്രദ്ധിക്കാനൊന്നും നോക്കിയില്ല. വേഗം അതിനകത്തേക്ക് പ്രവേശിച്ചു. ആ ശവപ്പെട്ടി മൂടി വെച്ചു. അതിനുശേഷം അവൾ മറ്റുള്ളവർ വരുന്നതിനായിട്ട് കാത്തുനിന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുറച്ച് പേർ വന്നു. ആ ശവമഞ്ചം എടുത്തുകൊണ്ട് ജയിലിന് പുറത്തേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ അവിടെ എത്തി പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം ഈ ശവമഞ്ചം മണ്ണിൽ വയ്ക്കുന്നു, അടക്കുന്നു. അപ്പോഴും അവൾ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഡോക്ക് ഇപ്പോൾ തന്നെ കുറച്ച് സമയക്കകം വരും, എന്നെ രക്ഷിക്കാനായിട്ട് ഡോക്ക് കടന്നു വരും, മണ്ണുകൾ മാറ്റും, എന്നെ പുറത്തേക്ക് എടുക്കും. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. സമയങ്ങൾ ഒത്തിരി നേരം കഴിഞ്ഞു. അവൾ ഡോക്കിനെ കാത്തിരുന്നു. അവൾ നിരാശയായി. അവസാനം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാമ്പ് എടുത്ത് കത്തിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത്, എനിക്ക് വാഗ്ദാനങ്ങൾ നൽകിയ, എന്നെ രക്ഷിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയ ആ ഡോക്ക് തന്നെയാണ് ആ ശവമഞ്ചത്തിൽ കിടക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ആഗമന കാലത്തിൽ നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക വളരെ ഉചിതമാണ്. എൻ്റെ ശരണം ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്? എന്നെ രക്ഷിക്കാൻ കെൽപ്പുള്ള തമ്പുരാൻ എൻ്റെ കൂടെയുള്ളപ്പോൾ, ആ തമ്പുരാൻ്റെ ആഗമനത്തിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നാം ഒരു നിമിഷം നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്, ഞാൻ ആരിലാണ് ശരണം വച്ചിരിക്കുന്നത്? എൻ്റെ പണത്തിലാണോ? എൻ്റെ ബന്ധങ്ങളിലാണോ? എൻ്റെ അധികാരത്തിലാണോ? അതോ എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ച നിയന്താവായ തമ്പുരാനിലാണോ? ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുക, ജീവിതത്തിലെ ഒരുപാട് സംഘർഷങ്ങളുണ്ടായപ്പോൾ ആ സംഘർഷങ്ങളെല്ലാം അതിജീവിക്കാനായിട്ട് തമ്പുരാനിൽ ശരണം വയ്ക്കുന്ന ഒരു കന്യകയെ നാം കാണുന്നുണ്ട്.
ദൈവത്തിൻ്റെ ദാസിയായി ദൈവത്തിന് മുമ്പിൽ സർവം സമർപ്പിക്കുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, അവൻ്റെ എളിയ ദാസിയായി മാറാൻ, എളിയ ദാസനായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈ ആഗമനകാലം, ഈ വരുന്ന പിറവിക്കാലം ഏറ്റവും മനോഹരമാക്കാൻ, ക്രിസ്തുവിന് നാം ഒരുക്കുന്ന പുൽത്തൊഴുത്തായി മാറാൻ നമ്മുടെ ഹൃദയങ്ങളൊക്കെ നമുക്ക് ഒരുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.